ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർത്ത മറിയം ലാസർ തിരുനാൾ. ജെറുസലേമിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരെ ബെഥനി എന്ന ഗ്രാമത്തിലാണ് മർത്ത മറിയം ലാസർ സഹോദരങ്ങൾ താമസിച്ചിരുന്നത്. ഈ സഹോദരങ്ങളിൽ മർത്തയാണ് മൂത്തയാൾ എന്ന് പറയപ്പെടുന്നു. എപ്പോഴും സൽക്കാര കാര്യാദികളിൽ തൽപരയായിരുന്നു മർത്ത. മർത്തയും മറിയവും ദൈവവിശ്വാസത്തിൻ്റെ 2 മുഖങ്ങളാണ്. സൽക്കാര കാര്യങ്ങളിൽ വലിയ താല്പര്യം കാണിച്ചിരുന്നത് കൊണ്ട് തന്നെ ഒരിക്കൽ കർത്താവിനോടുള്ള കടപ്പാട് നിറവേറ്റുവാനും അവൾ ഭാരപ്പെട്ടു. അവൾ കർത്താവിനോട് മറിയത്തെക്കുറിച്ച് പരാതി പറയുന്നതായും വചനം സാക്ഷ്യപ്പെടുത്തുന്നു. കർത്താവെ, പരിചരണത്തിനായി എൻ്റെ സഹോദരി എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ അങ്ങേക്കൊരു ചിന്തയുമില്ലേ എന്ന ചോദ്യത്തിന് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയില്ല എന്ന് ക്രിസ്തു പ്രത്യുത്തരിക്കുന്നു. മറിയം കർത്താവിൻ്റെ പാദാന്തികത്തിലിരുന്ന് കർത്താവിൽ നിന്ന് ദൈവിക രഹസ്യങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. എപ്പോഴും ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുവാനും അവനിലൂടെ ദൈവത്തിലേക്ക് അടുക്കുവാനും പരിശ്രമിച്ചിരുന്നു മറിയം. വചനമെന്നാൽ ക്രിസ്തുവിനെ കേൾക്കുക, ദൈവിക രഹസ്യങ്ങൾ വായിക്കുക, തിരിച്ചറിയുക എന്ന് മറിയം വിശ്വസിച്ചു പോന്നു. പല കാര്യങ്ങളിലും ആകുലതകൾ നിറഞ്ഞതായിരുന്നു മർത്തയുടെ ജീവിതം. എന്നിരുന്നാൽ തന്നെ തൻ്റെ സഹോദരനായ ലാസറിൻ്റെ ഉയർപ്പിൽ മർത്ത തൻ്റെ ഭാഗം നന്നായി നിർവഹിച്ചിട്ടുണ്ട്. മർത്ത, മറിയം, ലാസർ എന്നീ 3 സഹോദരങ്ങളെയും ക്രിസ്തുനാഥൻ വളരെയേറെ സ്നേഹിച്ചിരുന്നു. മർത്ത സേവനപരമായ പ്രേക്ഷിത വേലയുടെ ഉത്തമ ഉദാഹരണമാകുമ്പോൾ മേരി ധ്യാനാത്മക ജീവിതത്തിൻ്റെ പ്രതീകമായി ചിത്രീകരിക്കപ്പെടുന്നു. നമ്മുടെ ജീവിതവും മർത്ത മറിയത്തെ പോലെ സേവന മനോഭാവത്തോടെ പ്രാർത്ഥനാ നിർഭരമാകുവാൻ നമുക്കും പരിശ്രമിക്കാം. ആമേൻ.